ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി 800 MD-5 വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഇതിനകത്തെ ഹൈ ബീമിന്റെ ലൈറ്റ് ഓൺ ആയിട്ട് നിൽപ്പുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് ചവിട്ടിയാലും ഇല്ലെങ്കിൽ ഹൈ ബീമിന്റെ ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ എന്താണ് കംപ്ലൈന്റ് നമുക്ക് നോക്കാം. ആദ്യം ലൈറ്റ് കത്തുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി ഇപ്പോ വണ്ടി ചാവി ഊരിയെടുത്തേക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ചാവി കയ്യിലുണ്ട്. പക്ഷെ ആ ഒരു ലൈറ്റ് നമ്മളിപ്പോ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഞാനിപ്പോ ബ്രേക്ക് ചവിട്ടുമ്പോൾ അവിടെ ഹൈ ബീമിന്റെ ലൈറ്റ് അവിടെ കത്തി കിടപ്പുണ്ട്. ബ്രേക്ക് ഇപ്പൊ ചവിട്ടിയൊക്കെയാണ് നമ്മൾ ബ്രേക്കിന് കാലെടുത്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ ബ്രേക്ക് ഞാനിപ്പോ ചവിട്ടുമ്പോൾ അവിടെ ലൈറ്റ് കത്തുന്നു, കാലെടുക്കുമ്പോൾ അവിടെ ലൈറ്റ് പോകുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടും അതേപോലെ കത്തുന്നുണ്ടോ നോക്കാം. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചവിട്ടുമ്പോഴും ബ്രേക്ക് ചവിട്ടിയേക്കാണ് ആ ലൈറ്റ് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ കാലെടുക്കുന്ന സമയത്ത് അവിടെ ആ ലൈറ്റ് ഓഫ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് കംപ്ലൈന്റ് നമുക്ക് നോക്കാം. നമ്മളിപ്പോ വണ്ടി ഓഫ് ചെയ്തു, ഇപ്പൊ ബ്രേക്ക് തന്നെ ചവിട്ടി വെച്ചേക്കാണ്. നമ്മൾ കാലെടുക്കുമ്പോൾ അത് പോകുന്നുണ്ട്. ബ്രേക്ക് ചവിട്ടുമ്പോഴാണ് ഈ ഒരു ലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ചാവി ഓണാക്കിയിട്ട് ഹെഡ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ആ ഒരു ലൈറ്റ് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഹൈ ബീം അടിക്കുമ്പോൾ ആ ലൈറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈയിലാണ് ഇട്ടേക്കുന്നത്, നോക്കിയാൽ മനസ്സിലായി. ഇപ്പോൾ ലോയിൽ ഇടുമ്പോൾ ആ ലൈറ്റ് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ഞാൻ ചവിട്ടിയിട്ട് പോലും ഇല്ല. ഓക്കെ, ഇത് ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്ത് അവിടെ ഹൈ ബീം ഉണ്ട്. ലോ ബീം വിട്ടാലും ഹൈ ബീം വരും. നമ്മൾ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ആ ലൈറ്റ് കത്തും. ഹെഡ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റ് എപ്പോഴും കത്തി കിടക്കും. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഓഫ് ആവും. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ആ ലൈറ്റ് വരും. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഏത് ഫ്യൂസ് പോയേക്കുന്നതെന്ന് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാലും ഇത് സംഭവിക്കാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഫ്യൂസ് ആണ് നോക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരു ഫ്യൂസ് പോയിട്ടുണ്ടോ. ഫ്യൂസ് പോയി കഴിയുമ്പോൾ റിട്ടേൺ ലൈന് മീറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലൈറ്റ് വേണം. നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ അവിടെ ലൈറ്റ് കത്തി കിടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്യൂസ് നോക്കാം. നമ്മളിപ്പോ ഫ്യൂസ് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ലാമ്പ് നമ്മൾ എർത്ത് ഇവിടെ ബോഡിയിൽ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ലാമ്പിലെ മാർക്ക് കയറ്റാൻ നമുക്ക് ഇനി ഫ്യൂസിന്റെ രണ്ട് പോളിലും കറണ്ട് വരുന്നുണ്ടോ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇത് രണ്ട് ബോളിലും കറണ്ട് വരുന്നുണ്ട്. രണ്ട് ബോളിലും കറണ്ട് വരുന്നുണ്ട്. ഇതിലും കറണ്ട് വരുന്നുണ്ട്. ഇതിലും കറണ്ട് വരുന്നുണ്ട്. ഈ ഫ്യൂസ് നമുക്ക് ഊരിയിട്ട് ചെക്ക് ചെയ്യാം. ഈ ഫ്യൂസ് നോക്കുന്ന സമയത്ത് ഈ പോളിൽ കറണ്ട് വരുന്നുണ്ട്. ഈ പോളിൽ കറണ്ട് വരുന്നില്ല. മീൻസ് ഈ ഫ്യൂസ് പോയതാണ്. എന്നിട്ട് കെട്ടുകമ്പി ഇട്ട് കെട്ടി വെച്ചേക്കാണ്. കാരണം ഒരിക്കലും ഇങ്ങനെ ഫ്യൂസ് കെട്ടുകമ്പി ഇട്ട് കെട്ടി വെക്കരുത്. കാരണം ഇത് 10 ആമ്പിന്റെ ഫ്യൂസ് ആണ്. ഇത് ഇട്ടേക്കുന്നത് 2 ലെയർ ഇട്ടാണ് കെട്ടി വെച്ചേക്കുന്നത്. മീൻസ് 2 ലെയർ അല്ല 3 ലെയർ വരും. ഇങ്ങനെ ഒരു 3 ലെയർ ഇട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡ് വരും. ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് കാരിയർ ഉരുകും. അതിലുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. വയറിങ് വരെ കത്തിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ടാവും. ഫ്യൂസ് ഒരിക്കലും കെട്ടിയിടാതെ ഇരിക്കുക. എമർജൻസിക്ക് വേണ്ടിയിട്ട് ഒരു വയർ കെട്ടിയിട്ടാലും കുഴപ്പമില്ല. പക്ഷെ അത് ഫ്യൂസ് മാറ്റി വിടണം. പക്ഷെ ഇതാണ്ട് ഇത് ഉരുകിയേക്കുന്ന പാട് കാണാം. ഇവിടെ ഓവർലോഡ് വന്നിട്ട് ഇവിടെ ഉരുകിയേക്കുന്ന പാട് വരെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ 10 ആമ്പിന്റെ ഫ്യൂസ് ഒന്ന് കൊടുക്കാം. നമ്മളിപ്പോ ഒരു 10 ആമ്പിന്റെ പുതിയ ഫ്യൂസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇഗ്നിഷൻ ഓഫ് ചെയ്തു. കാരണം ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ട് വേണം ഈ ഫ്യൂസ് കൊടുക്കാനായിട്ട്. ഇപ്പോ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് ചവിട്ടി നോക്കാം. നമ്മളിപ്പോ ബ്രേക്ക് ചവിട്ടുമ്പോൾ ആ ഒരു ലൈറ്റ് അവിടെ ഇല്ല. ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ ആ ലൈറ്റ് ഇല്ല. ഹെഡ്ലൈറ്റ് ഇടുമ്പോഴും നമ്മളിവിടെ കണ്ട ലൈറ്റ് ഇല്ല. ഇനിയിപ്പോ ഹെഡ്ലൈറ്റ് ഹൈ ബീമിലോട്ട് നോക്കാം. ഹൈ ബീമിൽ ഇടുമ്പോൾ ആ ലൈറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോ ചാവി ഓഫ് ചെയ്തു. നമ്മളിപ്പോ ബ്രേക്ക് ചവിട്ടി വെച്ചേക്കാണ്. പക്ഷെ ഇവിടെ ആ ലൈറ്റ് ഇല്ല. നമ്മൾ ചാവി ഓണാക്കി നോക്കുമ്പോഴും ആ ലൈറ്റ് അവിടെ ഇല്ല. ബ്രേക്ക് ഇപ്പോൾ ഫുള്ള് ചവിട്ടി വെച്ചേക്കാണ്. ഓക്കെ, ഇപ്പോൾ ആ ലൈറ്റ് അവിടെ ഇല്ല. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഹെഡ്ലൈറ്റ് നമ്മൾ ഇപ്പോൾ ഫുൾ ഇട്ടു. ഇനി ഹൈയിലോട്ട് ഇട്ട് നോക്കാം. ഇതാണ് ഹൈ ബീം. അപ്പോൾ ഹൈ ബീം കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. ലോയിലോട്ട് ഇടുമ്പോൾ ലോയിൽ ആ ലൈറ്റ് അവിടെ ഇല്ല. ഹൈയിലിടുമ്പോൾ ആ ലൈറ്റ് ഉണ്ട്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഹൈയിലാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ലോയിലോട്ട് മാറ്റുമ്പോൾ അവിടെ ആ ലൈറ്റ് പോകുന്നുണ്ട്. ബ്രേക്ക് ഞാൻ ചവിട്ടി തന്നെ പിടിച്ചേക്കാണ്. ബ്രേക്ക് ഞാൻ ചവിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഹൈയിലിടുമ്പോൾ ലോ ബീമിലോട്ട് ഇടുമ്പോഴത്തേക്ക് ആ ലൈറ്റ് അവിടെ പോകുന്നുണ്ട്. ഹൈയിലിടുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ലൈറ്റ് അവിടെ കാണിക്കുന്നത്. നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ,
നേരത്തെ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് ചാവി ഊരി എടുത്താലും നമ്മളിപ്പോൾ ചാവി ഊരി എടുത്താലും ബ്രേക്ക് ചവിട്ടുമ്പോൾ അവിടെ ഹൈ ബീമിന്റെ ലൈറ്റ് കാണിക്കുന്നതാണ്. ഇപ്പൊ ആ ഒരു ലൈറ്റ് ഇല്ല. അപ്പോൾ ഫ്യൂസ് പോയി കഴിഞ്ഞാലാണ് ഇങ്ങനെ വരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ വയറിംഗ് ഷോട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് അവിടെ കത്തും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ ഫ്യൂസ് നോക്കുക. എവിടെയെങ്കിലും വയർ ഷോട്ട് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്തോളൂ. അപ്പൊ ഒരിക്കലും ഫ്യൂസ് കെട്ടിയിടാതെ ഇരിക്കുക. അപ്പോൾ നമ്മളിപ്പോ കണ്ടതാണ് ഇതിന്റെ ബ്രേക്ക് ചവിട്ടുന്ന അവസരത്തിൽ ഇവിടെ ഹൈ ബീമിന്റെ ലൈറ്റ് ചാവി ഊരിയാലും ഊരിയില്ലേലും അവിടെ ലൈറ്റ് അവിടെ കത്തിക്കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ എപ്പോഴും ആ ലൈറ്റ് കത്തിക്കിടക്കും. ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് ബ്രൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ, അതായത് ബ്രൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ലൈറ്റ് ഓഫ് ആവും. ഡിമ്മിലോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റ് അവിടെ കത്തിക്കിടക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. ഇപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ആദ്യം നോക്കുന്നത് നമ്മൾ ഫ്യൂസ് ആണ്. ഏതെങ്കിലും ഫ്യൂസ് ലൂസ് ആയിരുന്നാലോ, ഇതിപ്പോ കെട്ടിയിട്ടേക്കുന്ന ഫ്യൂസ് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചില സമയത്ത് കോൺടാക്ട് കിട്ടാതെ വരും. അതായത് കറക്റ്റ് ആ ടൈറ്റ് വരാത്തതുണ്ട്. അപ്പൊ ഒരിക്കലും ഫ്യൂസ് കെട്ടിയിടാതിരിക്കുക. കറക്റ്റ് ആമ്പിന്റെ ഫ്യൂസ് തന്നെ മേടിച്ച് മാറി വിടുക. ഇപ്പൊ നമ്മൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ഉണ്ടാവും. കാരണം ആമ്പ് താങ്ങുന്നതിനും ആ 10 ആമ്പിനെക്കാട്ടിലും കൂടുതലുള്ള സർക്യൂട്ട് അവിടെ വരുന്ന സമയത്ത് ചൂടാവും. ചൂടായി കഴിയുമ്പോഴത്തേക്ക് വയറുകൾ ഉരുകാൻ തുടങ്ങും. അങ്ങനെ വണ്ടിയൊക്കെ കത്തിപ്പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഫ്യൂസ് മാക്സിമം കെട്ടിയിടാതിരിക്കുക. എമർജൻസിക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒരു കമ്പി ചുറ്റിയിട്ട് എമർജൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കെട്ടിയിട്ടിട്ട് അപ്പൊ തന്നെ ഫ്യൂസ് കറക്റ്റ് ആയിട്ട് തന്നെ മാറ്റി വിടുക. അപ്പം ഫ്യൂസ് കെട്ടിയിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വയറിംഗ് ഉരുകാനും കത്തിപ്പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മാരുതി 800ന്റെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഹൈ ബീം ലൈറ്റ് കത്തുന്ന ഒരു കംപ്ലൈന്റിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.